ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ നമ്മുടെ ഒപ്പം ഇന്നുള്ളത് ആലി എന്ന സിനിമയുടെ ഡയറക്ടറാണ് കൃഷ്ണ പ്രിയദർശൻ. യെസ്, ഹായ്, നമസ്കാരം. മോന്റെ പേരെന്താ? മൻഹർ. 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 നൈസ് നെയിം. ഒരു വെറൈറ്റി പേരില് മൻഹർ. മൻഹർ. അപ്പൊ നമ്മുടെ ആലി എന്ന മൂവിയില് ഡയറക്ഷൻ ചെയ്ത് എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ചും ചെയ്ത് അല്ലെ? പ്രൊഡ്യൂസർ ഞാൻ മാത്രമല്ല, പ്രൊഡ്യൂസർ നമുക്ക് സലീം കുഞ്ഞിപ്പാർ തന്നെ ഒരു പ്രൊഡ്യൂസർ കൂടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞ സൈലന്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഓൺലി ഫോൺ ത്രൂ ആണ്. നേരിട്ട് വന്നാലും നമ്മളെ ഫേസ് വരുന്നത് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഫാമിലി ഫുൾ നമ്മളെ സപ്പോർട്ട് ചെയ്താണ്. അപ്പൊ നമ്മുടെ ആലി എന്ന് പറയുമ്പോ തന്നെ ഒരു പേരെന്ന ഒരു വെറൈറ്റി നെയിമാണ്. അപ്പൊ അതിനെ പറ്റി പറയാമോ? എന്താണ് മൂവി, എന്ത് ജോണറാണ്? ആലി ആക്ച്വലി ഒരു റൊമാൻറ്റിക് മൂവിയാണ്, ഫാമിലി ഓറിയന്റഡ് ആണ്. അതിലില്ലാത്ത ഒന്നുമില്ല എന്ന് പറയാൻ. ത്രില്ലറാണ്, ആക്ച്വലി കോമഡി ഉണ്ട്, എല്ലാം ചേർത്തിട്ട് ഒരു ശരിക്കും പറഞ്ഞ ഓണസത്യാണ്. പറയാൻ ഇഷ്ടം. അതെ, ഓണർ റിലീസാണ്. പക്ഷെ സത്യം പറഞ്ഞാല് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ജോണർ പറയേണ്ടി വരും, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. റൊമാൻസ് ഉണ്ടോ വെച്ചാൽ ഫുൾ റൊമാൻസിനെ സംബന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ അത് വരുമ്പോ റൊമാൻസ് കഴിഞ്ഞ പിന്നെ എന്താ വരുന്നത്? കല്യാണം കഴിക്കണം അല്ലെ? അപ്പൊ കല്യാണം കഴിക്കാനായിട്ട് പറ്റൂല്ല എന്നുള്ളതാണ് പിന്നത്തെ വിഷയം. ഇപ്പോഴത്തെ നമ്മുടെ ജെൻസി പ്രേമമൊന്നുമല്ല, അതായത് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ചിലപ്പോ സീരിയലിലൊക്കെ മറ്റതിലൊക്കെ കാണുന്ന മീഡിയത്തില് ഒരു പ്രേമം കഴിഞ്ഞാൽ ഓക്കെ ഇത് കൊള്ളത്തില്ലെങ്കിൽ അടുത്തേക്ക് പോവാം. അങ്ങനെയല്ലോ, ഇതൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു റൊമാൻസ് ആണ്. അപ്പൊ ആ റൊമാൻസിലേക്ക് എത്തിച്ചേരാനുള്ള ഫൈനൽ എന്താ പറയാ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ നായികയും ചെയ്യുന്നത്. അപ്പം വീട്ടിലെന്ത് സംഭവിക്കും? പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പൊ പൊതുവെ റൊമാൻസ് എന്ന് എഴുതുമ്പോ തന്നെ അത്രയും ഒരു റൊമാൻറ്റിക് ആയിരിക്കണം, അങ്ങനെ ഒരു നേച്ചറുള്ളവർക്കാണല്ലോ ഒരു റൊമാൻസിന്റെ ഒരു എസൻസ്. എനിക്കറിയില്ല എഴുതുന്നവരുടെ എങ്ങനെയാ മൈൻഡ് എന്ന്. അപ്പൊ ഇപ്പൊ മാമിന്റെ ഒരു മൈൻഡ് വെച്ചിട്ട് എന്ത് തോന്നുന്നു? എഴുതുമ്പോ നമ്മള് ഒരു കാഴ്ചപ്പാടാണ് ആക്ച്വലി. എനിക്കറിയില്ല, എഴുത്ത് പറയുന്നത് റിയൽ ആയിട്ടുള്ള എഴുത്തുകാർക്ക് നമ്മളല്ല എഴുതുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ മ്യൂസിക് ചെയ്യുന്നവരോട് ചോദിച്ചാൽ പറയും, അതായത് ഞാൻ പറയുന്ന ഒരു സാധാരണയായ വ്യക്തിയാണെങ്കിൽ, ഒരു അഹങ്കാരം ഇല്ലാത്ത മനുഷ്യരാണെങ്കിൽ റിയൽ ആയിട്ട് പറയും ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. എഴുതുന്ന സമയത്ത് നമുക്ക് സംതിങ് ഇറ്റ്സ് ഗിവൺ ഫ്രം ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അപ്പോ ഇത് നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നു, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, നമ്മളത് എഴുതുന്നു. അങ്ങനെയാണ്. അപ്പൊ അത് നമ്മളുടെ അനുഭവം ആവണമെന്നില്ല. ചിലർ ഞാൻ എഴുതിയിട്ട് അത് അനുഭവമായി മാറിയതുണ്ട്. ഇപ്പൊ അതുകൊണ്ട് കഴിവതും ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്യും. ഞാനൊരു കഥ എഴുതാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഥ വരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇന്ന സംഭവത്തെ ആസ്പദമാക്കി പോയാൽ കഴിഞ്ഞു പോയ സംഭവമാണല്ലോ, അപ്പൊ നമുക്ക് വിഷയമില്ല. ഇപ്പൊ റൊമാൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെ സിനിമ എടുക്കണം അല്ലെ, സീൻസ് എടുക്കണം എന്നുള്ളതിനാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ആ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷം, സമാധാനം.